ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ മാവേലിക്കരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാവേലിക്കരയിലുള്ള വിശേഷങ്ങളും എല്ലാം കൂടെ കാണാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ നോക്കുക ഗൈസ്. പാവപ്പെട്ടവരാ എക്സ്ട്രാ ചീസ് എക്സ്ട്രാ ചീസ് ഒരു പണ്ട് 10 രൂപ പണ്ട് 10 രൂപ എക്സ്ട്രാ ചീസ് 15 രൂപ. പിന്നെ അവനെന്താ പറയാത്ത അഴകിയല്ല ഇവളൊരു തൈല ഇവിടെ കുളിക്കത്തും നനയ്ക്കത്തുമില്ല. ഇവിടെ കുളിക്കത്തും നനയ്ക്കത്തുമില്ല. എനിക്ക് പറഞ്ഞേക്കാം ചിക്കൻ ബിരിയാണി. റോമിയോ മോനെന്തുവാ എന്തെങ്കിലും മതി, അങ്ങനെയൊന്നുമില്ല. ചിക്കനും എന്തുവാ പൊറോട്ട റൈസ് ഗായ്സ്, എഗ് വീടില്ലേ സാധാ ഇത് ചെയ്യണ വേണ്ടി മറ്റേ മഡ് വെച്ച് ചെയ്യണല്ലേ നല്ലത്. എന്തോ വീടോ എന്തിനൊരു മഡ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ മറ്റേ കല്ല് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വണ്ടി ഇപ്പൊ ഈ കാബുക്ക് ചുരുവില്ല വേറെ ഒരു ചുമന്ന കളർ തന്നെ ചുമത് മാത്രമല്ല. അതെല്ലാം സ്റ്റാൻഡ് മേടിക്കണം. സ്റ്റാൻഡ് ഇപ്പം മേടിക്കണം. ഇറങ്ങിയിരിക്കുന്നുണ്ടോ ചുമ്മാ അവരാരും വിളിക്കുന്നില്ല. ചുമ്മാ തള്ളുന്നു. ഇനി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി തള്ളുന്നു. ഞാൻ വണ്ടി കാണുമ്പോൾ നോക്കണം പോയി. നമ്മളൊന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. നല്ല സെറ്റപ്പ് ആണോ അത് വീട്? അതിലെയോ തട്ടിക്കൂട്ട് പരിപാടി കൊടുക്കും. തട്ടിക്കൂട്ട് പരിപാടിയാണോ? അപ്പൊ 14 ലക്ഷത്തിന് കൊള്ളാം. അത് കാലം എത്രയല്ല എന്നാലും മതി. ആ നാട്ടിലൊക്കെ ഓക്കെ. നമ്മളെ ഈ നാട്ടിൽ അവിടെ പഠിക്കുന്നില്ലയോ? യൂറോപ്യൻ നാട്ടില് അത് ഓക്കെ. നമ്മുടെ നാട്ടില് മഴയും നമ്മളെ നല്ല സാഹചര്യം എടുത്തിട്ട് വേണം ഒന്നും പറഞ്ഞു. ആ ഗ്ലാസ് മാറ്റി. ആ ഗ്ലാസ് എടുത്തുകൊണ്ടാക്കും. എല്ലാ ക്യാപ്സിക്കും നോക്കണം. റോമി അത്രയും കൂടെ ഗൈസ്, വീട്ടില് പട്ടിണിയാണ്. ഫുഡില്ലാത്ത ഫുഡിൽ കഴിക്കാൻ വേണ്ടി അളിയന് ഭയങ്കര വിശപ്പെന്ന് തോന്നുക. അളിയ ഫുഡടി തുടങ്ങി. ഫുള്ള് കമത്തി അളിയൻ്റെ മുട്ട. ഗൈസ്, പാത്രം കാലി. അളിയൻ പാത്രമൊക്കെ കാലി. നമ്മളിപ്പോ വേറെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തിന്നാൻ വേണ്ടി വന്നു. മര്യാദ അങ്ങനെയല്ല, ഞങ്ങളുടെ വീട്ടില് പട്ടിണിയാ. പക്ഷെ വീട്ടില് ഞങ്ങൾക്ക് ഫുഡില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കഴിക്കാം. ഞങ്ങളുടെ പുറത്തൊന്നും കഴിക്കാൻ പൈസ ഇല്ല. അത് ഞങ്ങൾ ഹോട്ടലിൽ ഒന്ന് കഴിക്കുന്നു. തട്ടുകട കഴിക്കാനുള്ള പൈസ ഇല്ല. വീട്ടില് ഫുഡില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ വീട്ടില് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കാം. വീട്ടില് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡിൽ തന്നെ വന്ന് കഴിക്കുന്നത്. ഹോട്ടല് ഓണറില്ലേ നമ്മുടെ അമ്മൂന്റെ അടുത്ത ആളാണ്. അയ്യോ അമ്മ ഫുഡിന്റെ കാര്യം പറയാം. എന്റെ അളിയൻ ബാക്കിയെല്ലാം പറഞ്ഞിരും. നമ്മുടെ ഫുഡിനെ അളിയനിട്ട് തരണം. ആകെ ഉള്ള ഒരു അളിയെ ഫുഡിനെ കുറിച്ച് പറയാം. സ്ഥലമൊക്കെ പറയാം. സാധനം അതാ മാവേലിക്കരയിൽ നിന്ന് നമ്മള് ഇവിടെ വരെ വരാൻ കാരണം. മാവേലിക്കരയിൽ നമ്മൾ കായംകുളം വരെ വന്നു. ഫുഡിന്റെ ഫുഡ് കാരണം ടേസ്റ്റ് നല്ല ക്വാളിറ്റി ഇനി പറയാനൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാവരും പ്ലേറ്റ് ഒക്കെ കാര്യമാക്കി ഒഴിച്ചു വായിലൊക്കെ പൊളിയാ. ഒരു തീറ്റ പണ്ടാരത്തിന് കാണണമെങ്കിൽ കണ്ടോ, സൈസ് ഇല്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുക. കടയിലെ ചേട്ടന്മാരെ വന്ന് പറഞ്ഞിട്ട് പോണ് 10 വല്ലം പഠിക്കണായിരിക്കും. ഓരോരുത്തർ 5 പഠിക്കുന്ന കൊച്ചെന്ന് പറയുന്നു. കണ്ടാ പറയുമോ? ഞാൻ സെക്കൻഡ് ഇയർ ആവാൻ പോവാ. എന്നാ കണ്ടാ പറയുമോ ഗൈസ്? ഈ മുഖം തിന്ന് തീറ്റി നോക്ക്. ഒരു അംശവും അതിന് ദേഹത്ത് വന്നത്. ദേഹത്ത് ഒരു അംശവും കൊള്ളണില്ലെന്ന് തോന്നുന്നു. കണ്ടോ, ചിക്കൻ മീൻസ് വായിൽ കുത്തി കയറ്റിയിട്ടാ ഇങ്ങനെ തീറ്റി നോക്ക്. അടുത്തൊരു സാധനം
അടുത്ത മാസം 25 വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇത്. ഓ എനിക്ക് വയ്യ, സീരിയൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരാളെത്തിയില്ല, ആളെവിടെയാണ് എന്തോ. എന്തോ തീറ്റയാന്ന് നോക്ക്, ഇങ്ങനൊന്നും തിന്നല്ലേ, മനസാക്ഷി വേണം. ഞാൻ കണ്ട കൈസ് 2 ചപ്പാത്തി 2 പെറോട്ട എടുത്ത് വെച്ചിട്ട് ഒരു ഗ്രേവിയും വെച്ച് തിന്നു. അല്ല കൈയിട്ട് വരി കിണർ നാറും. എന്തോ ഒരു അഭിനയം, എനിക്ക് വയ്യ. ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട കാര്യം ഓഫാക്കി വെക്കും. ഓഫാക്കി തന്നെ വെച്ചിരിക്കും. നിനക്കൊരു അവാർഡ് തരാം. എന്താ മുഖത്തെ പാറ് അമ്മ ഇവര് നമ്മളെ അമ്മ വീഡിയോ എടുക്കുന്ന പിന്നല്ലാതെ റോട്ടിൽ കൂടെ പോണവരെടുക്കാം. ചിക്കൻ ചില്ലിയും പറയാനൊന്നുമില്ല, ഒരു ലക്ഷ്യമില്ല. റോട്ടിൽ കൂടെ പോണവരെ മാത്രമേ എടുക്കാവുന്നുണ്ടാടാ. നിന്റെ മോനെ എടുത്താലും മതി. വേറെ ബായി നോക്കികൾ 2 കോഴികൾ, ഒരു വെള്ളപ്രാവും 2 കോഴികൾ. കോഴിക്ക് ഭയങ്കര വിലയാണ്. ഞാൻ ഇവിടെ പോയി അടിക്കുന്നില്ല, പോയി മൂവോഴി രാവിലെ കൂയെങ്കിലും ചെയ്യും. ഞാൻ മുട്ടയുടെ കയ്യിത്തോളൂ. രാവിലെ കൂടെ എന്തിനാ ഈ പാത്രം കോഴിയാടാ. വെള്ളം കുറച്ച് ഉണർത്തുക. നാളെ ഓട്ടോപ്പേ കഴിഞ്ഞാൽ നടക്കുന്നില്ല കാര്യം. നമുക്ക് പോകണ്ടേ, മൊത്തം റോഡെല്ലാം പണിയാ. എവിടെ റോഡ് ആലപ്പുഴ അമ്മ വൈബ്. ചിക്കൻ മുക്കി അറിയോ? 2 മണിക്കൂറിന് ശേഷം നമ്മളൊപ്പം ചേർന്നിരിക്കുന്നു നമ്മുടെ പാസ്റ്റർ എബി ജോർജ്. റോമിയോ, നമ്മുടെ പാസ്റ്റർ എബി ജോർജ്. നമ്മളെ പാസ്റ്റർ എബി ജോർജ് കാണിച്ചു. പിന്നെ അച്ഛൻ ഒത്തിരി ക്ഷീണിച്ചു. പ്രാർത്ഥനകൾക്കായി ബന്ധപ്പെടുക, പ്രാർത്ഥനാ സഹായങ്ങൾക്കായി ബന്ധപ്പെടുക. സലാഡ് പാസ്റ്റർ എബി വേണോ? അല്ല റോമി, എബി ചിന്തിക്കുന്നു നിങ്ങളൊക്കെ എന്നെ കളിയാക്കുന്നു, ഞാനൊരു പാസ്റ്റർ ആവും. ഞാൻ കളിയാക്കിയിട്ടുണ്ട്. അയ്യോ മാറിപ്പോയി. ചിലപ്പോൾ ഭ്രാന്താണോ? അയ്യോ എന്തോ വിചാരിച്ചില്ലായിരുന്നു. യൂട്യൂബിൽ ഇടുന്നു, ഫേമസ് ആവണം നമുക്ക്. ഫാമിലി വ്ളോഗാവും, ഫാമിലി വ്ളോഗ്. അമ്മയുടെയാ. അതെല്ലാരും കൂടെ ഉള്ളതാണ്. ചേട്ടാ പാത്രം കഴിയണ്ടെന്നു എന്നെ പറഞ്ഞ ആൾക്കാരാണ്ടെ പഠിച്ചു വെക്കുന്നു. വേണ്ട ഗൈസ്, ഹോട്ടലുകാർക്ക് കഷ്ടപ്പാട് വരാതിരിക്കാൻ വേണ്ടി പാത്രം വരെ നക്കി തുറച്ചു. എന്നാലും വെള്ള പ്ലേറ്റ് നക്കി തുളച്ച് വെള്ള കളറിൽ കൊടുക്കാനല്ലേ കൂടെ അവാർഡ് ഉണ്ട് അവിടെ തോംസണില്. അറിയാം, അത് എല്ലെങ്കിലും മണിക്കൂറുണ്ട്. അയ്യോ, നമ്മൾ ഇത്ര കുറ്റം പറയുമ്പോൾ നിങ്ങൾ അവിടെ തിന്നോണ്ടിരുന്നത്. നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഒരാൾ അവിടെ നിന്ന് ഫുഡ് അടി ചെയ്തു. അത് കഴിച്ചോണ്ടിരിക്കാൻ നോക്കി, പക്ഷേ വില കളയാൻ. ഞാൻ എന്നിട്ട് ആ ചിക്കൻ പീസ് ഇട്ടിട്ട് വന്നു. ഇവിടെ നിന്ന് എനിക്ക് ചിക്കൻ പീസ് ഇവിടെ ഇട്ട ചിക്കൻ പീസ്. അയ്യോ അമ്മ, ഹലോ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കും, ഇനി വീട്ടിൽ പോയത് ഇടിക്കുകയാണോ? എഡിറ്റ് ചെയ്യണം. കുറെ പണിയാണ്. തൊട്ടയൊക്കെ ഇരിക്കുന്നു. ഇത് അടിച്ചു മാറ്റാൻ നോക്കാം. അതിന്റെ ഓർബിട്ടോ അമ്മ മുട്ട കഴിക്കുമോ? കൊടുത്താ അത് തിരിച്ചു കൊടുത്തു കൊടുക്കാന്. എംപെക്സ് ആർക്ക് കേൾക്കുന്നത്? അമ്മ പേടിച്ചു. ഇനി നമ്മുടെ യൂട്യൂബ് പോകും. ഇപ്പൊ വീഡിയോ വേണ്ടി അളിയനും അച്ചായനെ അമ്മ ചേച്ചി വേണ്ട നരന്ത്. കൊതി കണ്ടും കൊതി അത് വലുതാ, അത് വലുതാ. ഫോണിൽ കൂടെ വീഡിയോ കോൾ. മഴച്ചാട്ടനാണോ? അച്ഛാ ഇവിടെ ഉണ്ട്. ആണോ? മഴച്ചാട്ടനാണോ? കട്ടയില് കാണി ആ വീഡിയോയിൽ ഫോട്ടോ എടുത്തേ, മഹേഷ് മോനെ എടുത്തേ. ആ വെള്ളം.
എന്നെ വെളിയിൽ ചേട്ടാ ഹായ് എന്താ പറഞ്ഞേ ആകെ കഴിക്കുന്നുള്ളതാണ്. ഹായ് ആ പനി പനി തന്നെ ചേച്ചി വേണം വേണം ഗീതാമ്മയാണോ തള്ള എന്നെ തെറി വിളിച്ചു കൊല്ലും. അപ്പുറത്ത് വെള്ളം നോക്കണം. വെള്ളം ഇരിക്കവിടെ ഇല്ലല്ലോ വേണ്ട ഇത് വേണേ കുടിച്ചോ. മോനെ ആണോ അമ്മ കണ്ടോ എനിക്ക് ആരുണ്ട് എന്റെ പ്ലേറ്റിൽ ഒരു ഓണിയൻ മാത്രമേ ഉള്ളൂ. എന്തുവാ കഴിക്കാൻ വേണ്ടത്? അതൊക്കെ കഴിക്കാൻ വേണ്ടായിരുന്നു. മോനെ വെള്ളം വേണമായിരുന്നു. ഇതൊക്കെ കഴിക്കാൻ എന്താ വേണ്ടായിരുന്നു? വെള്ളം വേണം ലെമൺ Guys, നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കായിരുന്നു. ചേട്ടാ, യാ. ലാസ്റ്റിൽ എടുക്കാം. നിനക്ക് എന്തെങ്കിലും വേണോ? മക്കളെ പത്തിരി ഇതായത് വേണോ? എന്തെങ്കിലും പത്തിരി കറി എന്തുവാ വേണ്ടേ? എനിക്ക് മതി. കറി എന്തുവാ? ഇത് ചിക്കൻ വേണം ഒരു ചില്ലി ചിക്കനും പത്തിരിയും കൂടെ ഉണ്ട് കേട്ടോ. അരിപ്പത്തിരിയാണ്. ആ അരിപ്പത്തിരി ഒരു ഇതിൽ എത്ര എണ്ണ? 8 വെച്ചിട്ടുണ്ടായിരുന്നു. എട്ടെണ്ണം എടുക്കട്ടെ. ഞാൻ രണ്ടെണ്ണം എടുക്കണം. ആ ചില്ലി ചിക്കൻ. இந்த முகத்தை பார்த்து அப்படி ஒரு கேள்வி. മകേഷിന് എന്തുവാ? അതിനൊക്കെ എന്താ കഴിക്കാൻ വേണ്ടത്? ஷவாய் ഷാമോ? ஷவாய் ஃபுல்லா ஹாஃபா குவார்ட்டரா எப்படி குவார்ட்டர் வேണോ குவாർട്ടർ ഇവിടെ ഷവ ഒന്നും കിട്ടൂല. എടായി ക്വാർട്ടർ വേണോ ബാറിലെ ക്വാർട്ടർ ആകും ഫുള്ളും കിട്ടത്തുള്ളൂ. ഓക്കെ ഏട്ടായിക്ക് ഒരു ക്വാർട്ടർ വേണോ ഫുള്ള് വേണോ കൊള്ളാമല്ല ആള് അത് തന്തൂരി ചിക്കൻ ചെയ്താ മോനെ മോനെ ഗീതാമ്മേട് ഇടും. ഗീതാമ്മേട് മോനെ വലുതാക്കി കാണിച്ചേ. അവൻ തട്ടിക്കത്ത് എന്തുവാ? ശരിയാണോ? വലുതാക്കി കാണിച്ചേ. എടുത്തേ നിനക്കൊന്നും തരാൻ. വെച്ചോ. വെള്ളം വെള്ളം. ഇത് മനസ്സിലായില്ലേ ഷവായി ഞാൻ വേണമെന്ന് ചോദിച്ചോ ഫുള്ള് വേണം ക്വാർട്ടർ വേണം ഇപ്പൊ ക്വാർട്ടർ വാങ്ങിച്ചോ ഇപ്പിച്ചാൻ വേറെ എന്തെങ്കിലും വിചാരിച്ചു അവിടെ പറഞ്ഞാളാണ്. ബേബി ചെറുത് വലുത് അറിയാമോ ഇതെല്ലാം കഴിഞ്ഞില്ലേ വന്ന എന്നിട്ട് പിന്നെ ഇതിന് കളിയാക്കുക നോക്കട്ടെ. കളിയാക്കാൻ പറ്റുന്നുണ്ട്. ഈ മുഖം കഴിഞ്ഞു വന്നതാ ഓഹോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫാസ്റ്റർ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവരെയൊക്കെ പ്ലേറ്റ് കണ്ട ഇതെന്തൊരു തീറ്റി വേണ്ട ഈ തീറ്റിക്ക് ഒരു അന്ത്യമില്ലേ വേണ്ട. സ്വന്തം പ്ലേറ്റ് ഒന്ന് കാണിച്ചേ. Guys, എന്റെ പ്ലേറ്റിൽ ഇതാ ഒരു എല്ല് കൊണ്ട് ഞാനും കൊണ്ട് ഒരു സവാളയും ഞാൻ നോക്കണം അവന്. ആ എല്ലി ഒരു കാണിച്ചു തെളിച്ച് വെച്ചേക്കാം. അവൻ തിന്ന പ്ലേറ്റാ. പിടിച്ചു വെച്ചേക്കുവാ. എന്റെ അളിയന്റെ പ്ലേറ്റ് കാണണ്ടേ അളിയന്റെ പ്ലേറ്റിൽ കണ്ട ഒരു പീസ് കൊണ്ട് ഒരു മുട്ടയും കൊണ്ട് 2 സലാഡ് മുട്ടയുള്ള സാധനം എന്തെങ്കിലും അടിയൻ തിന്ന ചെയ്യും. ഈ ചിക്കൻ കറി പാത്രത്തിൽ പൊതിഞ്ഞെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചോട്ട് താല്പര്യം അടങ്ങി നിങ്ങളെ മുകളിൽ വേറെ കിട്ടാണ് കഴിക്കാൻ കഴിക്കുമല്ലോടി ഗ്ലാസ് താഴോട്ടുണ്ടല്ലേ. അമ്മയുടെ ചില്ലി ചിക്കൻ എപ്പോ വരും? അല്ല ചോദിച്ചു നോക്കണ്ട മോനെ ബീഫ് ബീഫ് വേണ്ട. ബീഫ് അടിപൊളിയാണ് കറി കൊടു കറി അഭിമാനിട്ടോ സോന ഞാൻ ഒരു ആട് കറങ്ങി എന്നെ പറഞ്ഞ ആൾക്കാരെ കണ്ടോ ഉടനെ പഠിക്കുന്നത് വേണ്ട കറി കൊടുക്കും. ആളെ വെറുതെ ഇപ്പൊ ഞാൻ അടി പറയുന്നു സത്യം പുറത്ത് വന്നേ ഇതൊക്കെ നീ കാണണ്ടേ പോണേ അതെ അവിടെ വെക്കളി നമ്മുടെ വെച്ചിട്ട് അവിടെ വെക്കും ബാക്കി അവിടെ വെക്കും എന്നെ ആയിട്ടാണ് ഞാൻ തിന്നണത് ഞാനല്ലേ ഫേമസ് ആവണ്ട അവള് ഫേമസ് ആയിട്ട് എനിക്ക് ഹലോ എന്ത് കിട്ടും? ഹലോ ഗായ്സ് ഇതാണ് ചിക്കൻ അമ്മോ. ഈ ചിക്കൻ കടിക്കുന്നത് മുട്ട വായി കുത്തി കയറ്റണം എല്ലാം ഉണ്ട് അപ്പനെയും കാണില്ല അപ്പനും പണി കൊടുക്കാം. അച്ചായനൊന്ന് വയറില്ലാവും ഉറപ്പാ ഞാൻ വയറിലാക്കും ശരി പിന്നെ ഫാൻസ് ഒക്കെ ഉണ്ടാവും പെണ്ണുങ്ങളാരും വേണ്ട ഫാൻസ് കേട്ടോ. അച്ഛനും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അച്ഛനും ഫോണില്ലല്ലോ അന്ത നോട്ടത്തെ പാത്താലേ പോതും അച്ചായന പെൺ ഫാൻസ് എങ്ങനെയാണ് അവിടെ വേളയിലുള്ള വേണമെന്ന് പറയുന്ന ഒരുത്തെ പറഞ്ഞു ഇവിടെ അച്ചായൻ ആ രാവിലെ കല്യാണം കഴിച്ചതിന് ശേഷം അമ്മ വന്നതിന് ശേഷം അച്ചായൻ നന്നായെന്ന് പറഞ്ഞിട്ട് വന്നു. ആരാ അത്? അപ്പൊ എന്റെ സെക്കൻഡ് ട്രിപ്പ് വന്നു വേണു
ആരെ? ഞാൻ സെക്കൻഡ് ട്രിപ്പ് അടിക്കുന്നു ഒരു അയ്യോ എന്നൊക്കെ വിളിക്കുന്നു ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോൾ എനിക്ക് അവസ്ഥ വെച്ചു കുടിക്കാൻ പറ്റില്ല ഗ്ലാസ്. അതെല്ലാം ആണുങ്ങളുടെ കൈകൊണ്ടില്ലേ? അതൊന്നുമില്ല പെണ്ണാ. ഹലോ ഞാൻ ഒരു 2 ഫുഡ് അടിക്കിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ്. ഹലോ, ഹൗ ആർ യു? ഹലോ ഗായ്സ് അച്ഛേ. സൂപ്പർ. ഫസ്റ്റ് ഞാൻ തുടങ്ങി എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതിന് ശരിക്കും ആരാ കള്ളു പിടിച്ചിട്ടിരിക്കുന്നത് എനിക്കിപ്പോ അറിയണം. എല്ലാം പോക്കി തന്നെ. നിങ്ങൾക്ക് നല്ല വിശപ്പ് അമ്മായി എപ്പനാ അച്ചായാന്നുള്ളത് ഇത് എന്തോ വിളിച്ചാ അറിയാം. മാറ്റി അമ്മ. ആ കാല് കൂടെ നാക്കി തിന്നു വെച്ചിട്ട് പ്ലേറ്റ് നോക്കി. നല്ല മുഖത്തെ പാട് അപ്പൊ ഞാൻ പോയി കൈ കഴുകി. ഞാൻ എങ്ക பார்த்தாலும் ഈ മൂഞ്ചി. വേണ്ട നിങ്ങൾക്ക് എടുത്തോ. കൈ കഴിയിട്ട് വരാം. ടിഷ്യൂല് കൈ തുടച്ചു ഐസ്ക്രീം വേണ്ട. ഫോറിൻകാർ ചെയ്യണ കണ്ടിട്ടില്ല നീ പിന്നെ എനിക്കൊന്നും വയ്യെന്നും പറഞ്ഞ് കൂടിയിട്ട് ചിക്കൻ ഇങ്ങോട്ട് ഇടും ഞങ്ങൾക്ക് ചിക്കൻ ഇങ്ങോട്ട് എടുത്തു. എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് അമ്മയുടെ ഫോണല്ലേ എനിക്കാണോ ഡിലീറ്റ് ചെയ്യാറില്ലാത്ത. ഞാൻ ഇതെല്ലാം ഇപ്പൊ പോയി എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം കുത്തിയിരുന്നു എന്നിട്ട് നാളെ ആലപ്പുഴ പോകും നിങ്ങളൊന്നും ആരും അത് കുരുമുളകാ. ആരും ശരിയല്ല കേട്ടോ. അമ്മ ഞാൻ പോയി കൈ കഴിയിട്ട് വരാം. എനിക്ക് കുരുമുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എരിയ ടീമാണ് അടിയിലും കൂടെ ഒന്ന് അടിയിലും കൂടെ കൈ ഒന്ന് ഒട്ടും അറിയാ ഇതൊന്ന് കാണിച്ചാൽ മതിയാ ഈ ഗ്യാപ്പ് പിന്നെ face ഒക്കെ വന്നു. ഗൈസ് ബീഫ് ചില്ലി പെപ്പർ ബീഫ് ചില്ലി എന്റെ പാത്രം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. സൂപ്പർ സാധനം പൊളി സാധനം. മിഥുൻ, അങ്ങോട്ട് ടിഷ്യൂ കിടക്കാം. ഇതാണ് എന്റെ പർശന് ഗൈസ് അവിടെ തൂരിട്ട് കുറയ്ക്കാൻ വേണ്ടി രണ്ട് വവ്വാലുകൾ എന്താ പണിക്കും? ചേച്ചി ഒന്ന് പിടിച്ച് ഈ ഒരെണ്ണം പിടിച്ച്. വെള്ളം ഒഴിച്ചിട്ട് വന്നപ്പോൾ വന്നില്ലല്ലോ ലൈൻ എന്ന് പറയാൻ. പഠിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് ഓടി. ആ ചേട്ടൻ ഓടിയില്ലേ ഇവിടെ വന്ന ആ കൊച്ചു വരെ പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. ചേട്ടനടുത്ത് വെച്ചില്ല ഇവിടെ കണ്ട എത്ര പഠിക്കുന്നത് തോന്നുന്നു അത് നിങ്ങൾ ഏട്ടാ ആദ്യം ആലോചിച്ച് എന്നിട്ട് 5 പറയാൻ അഞ്ചെന്ന് പറയാൻ അപ്പൊ അളിയനാണെങ്കിൽ 10 ഇങ്ങനെ കൈ കാണിച്ച് ഇവിടെ മതി 10ാം ക്ലാസ്സിൽ പിന്നെ വേറെ ഒരാൾക്ക് വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പിന്നെ പോകും തിങ്കളാഴ്ച രാവിലെ. അപ്പൊ ഞാൻ വേറെ ഒരാൾക്ക് വച്ചിട്ടുണ്ട് ഇവിടെ. ആ വേണം വേണം. കത്തിൽ നിന്ന് ലംസ് ഉണ്ടോ? എന്തോ വേണം അമ്മു? പറ. പത്തി പഠിക്കുന്ന പെണ്ണല്ലേ പത്തി പഠിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും വെള്ളം മതി. അമ്മുന് എന്തോ വേണം? ലംസ് എത്രയാ പറ. 6 ലൈൻ കിട്ടും. 6 ലംസ് കിട്ടും. പത്തി പഠിക്കുന്ന പെണ്ണിന്റെ കാര്യം ഇറങ്ങി വേണോ? അതെ പാത്രത്തിൽ നിന്ന് വെക്കുന്നു. ഇത് കുറച്ച് വേണോ? ഈ ചിക്കൻ കൊള്ളാം ഇത് വേണം. നിങ്ങളുടെ കൂടെ ഒന്ന് അവിടെ വെയ് ദൈവത്തിന് ഇത് പപ്പായ്ക്ക് എന്നാ ഒരു ഇച്ചിരി മാറ്റം ഉണ്ടോ? ഗായ്സ് ഇവിടെ തിന്ന് വെച്ചിരിക്കുകയാണ് ഇച്ചിരി മാറ്റമില്ലേ? എന്തിനു തീറ്റടി തിന്നുന്നത് കണ്ടാ ഈ ശരീരത്തിലൊന്നും കാണാനുണ്ടോ എന്റെ കൈ നോക്കി ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ച് കഴിച്ചു ഇവള് ഞാനാണ് ടിഷ്യൂ എടുത്ത് കൊടുത്തത് തെളിവെല്ലാം വീഡിയോയിൽ ഇവിടെ നാറി അത് വന്നറിയ അമ്മ ഓൺ എയർ ക്ഷിപ്രമായിട്ട് എല്ലാവർക്കും ഇരിക്കുന്നു. അല്ല ഇപ്പഴേ അമ്മുനെ എയറിൽ കയറ്റി ഒരാൾ പറയുക ഏതോ ഒരു പാമ്പ് നടന്ന് അങ്ങോട്ട് അവര് പോകും തിങ്കളാഴ്ച രാവിലെ. അമ്മൂന്റെ വീഡിയോ ഇട്ട് ഏതോ ഒരു പാമ്പ് അപ്പൊ ഞാനേ ഉള്ളു ഇവിടെ. എന്തിനൊക്കെ കിടന്ന് കാണിക്കരുത് ആര് പറയുന്നു? ആരും റാൻഡായിട്ട് അമ്മ ഇട്ടത് അമ്മു പറഞ്ഞു ഹലോ മൂന്നെണ്ണം കാണും ബ്രാക്കറ്റിന് വിളിച്ച് പറയാം. അതിനെ വിളി വേണ്ട. ചിക്കൻ ബിരിയാണി ഒരെണ്ണം ഇട്ടോളൂ. നോക്കട്ട് നിക്ക് ചിക്കൻ ബിരിയാണി അരിപ്പത്തിരി 16 കേട്ടോ. വിട്ടു പൊറോട്ട ചിക്കൻ ബിരിയാണി ചിക്കൻ ചില്ലി 2 ബീഫ് ലൈം ഷവായി ഒരെണ്ണം ഇട്ടോ. നമ്മുടെ റോമി എണീറ്റ് പോയി. റോമിയുടെ ലവർ വിളിച്ചപ്പോഴത്തേക്ക് പോയി. ഞങ്ങളുടെ എല്ലാ
ഒരു കലാശക്കൊട്ടിന് ശേഷം എല്ലാം കളി. മോനെ ഇന്നൊന്നേ 2 ചിക്കൻ ബിരിയാണി 2 ഉണ്ട് മോനെ, ഇത് ഒന്നേ അടിച്ചിട്ടുള്ളൂ. ഓക്കെ എല്ലാരും ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞ എല്ലാരും. ചെറുകോല് ആശ്രമത്തിൽ ഉത്സവം പറഞ്ഞോ വെട്ടമുണ്ട്. 1923 സ്ഥാപിതമായതായി 3 വർഷത്തെ പഴക്കമുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ പ്രശസ്തമായി ഞങ്ങൾ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ മാവേലിക്കരയിലെ കിഴക്കേ നട, ഇത് നമ്മുടെ അനിലക്കണ്ണ. കണ്ണെന്ന് പറഞ്ഞത് മച്ചി ചങ്ങല പത്തിച്ചറ പള്ളി ഗൈസ്, എന്തിനു പറയേ, പത്തിച്ചറ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി. ഇതാണ് ഗൈസ് പള്ളി. ആ മോനെ പള്ളി ഒരു രക്ഷയില്ല. പത്തിച്ചറ പള്ളിയുടെ ഫ്രണ്ട് ആർച്ചാണ്, ഫ്രണ്ട് ഗേറ്റ്. രാത്രി അവൻ്റെ പൂട്ടാണ് ഗൈസ്. നാളെ രാവിലെ എന്തായാലും പള്ളിയിൽ പോയിട്ട് പള്ളിയുടെ അകംഭാഗം ഫുള്ള് വീഡിയോ എടുത്തു തരാം ഗൈസ്. പള്ളിയുടെ സൈഡിലൊരു കുരിശടി ഉണ്ട് ഗൈസ്. കുരിശടിയെങ്കിൽ കുരിശടി, നമുക്ക് കുരിശടി വേണം. അത്രേ ഉള്ളൂ ഗൈസ് പള്ളിയുടെ കുരിശടി. പുന്നാര മോൻ റോമിയോ. കമോൺ 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 കമോൺ, വാ പോകാം. കുറെ ലോങ് എടുക്കണം, കുറച്ച് ദൂരം നടന്നെടുക്കണം. ഇങ്ങനെ എടുക്കല്ലേ. ഹായ് റോമിയോ. ഹലോ റോമിയോ. ഒൻ ജൂലിയറ്റ് എങ്കേ? അമോസ്, ഇതാണ്. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പറക്കും തളിക, മനുഷ്യനെ പറപ്പിക്കും തളിക. റോമി റോമി കൊച്ചി രാജാവിനെ പോലെ ഒന്ന് നിന്നേ. ഞാൻ രാജാവിനെ പോലെ നിൽക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വലിയ ആവശ്യമില്ല. ഗെറ്റ് ഔട്ട്. നിന്നെ ചിരിക്കുമ്പോൾ ഹോട്ടലല്ല ഞങ്ങളുടെ എന്നെ കൊച്ചി രാജാവ് ഫീല് കിട്ടില്ല. എന്തായാലും
എനിക്കാൻ പറ്റുന്നില്ല. അല്ലെ അവളവിടെ തന്നെ ഇരിക്കും. അവളെ ചരിവ് അവിടെ ഉണ്ട്. ഇവിടെ ഒരെണ്ണം വാ കള്ളു വാങ്ങാൻ പോ. എടുത്തേ ഓട്ടോയിൽ നിൽക്കുന്ന എന്റെ കുട്ടാപ്പിയുടെ കൂടെ നിൽക്കുന്നു. എന്നെ ഒന്ന് എടുത്തേ. ഇടത്തുനിന്ന് അമ്പലപ്പുര പോണ വരിയിൽ നമ്മളെ ചേട്ടൻ്റെ ജ്യൂസ് കട, ചൂട് പാൽ പായസം, ചൂട് പാലുണ്ട്, ക്യാരറ്റ് പായസം ഉണ്ട്, അടയുണ്ട്. കുടമോരുണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, സോഡ സർബത്ത്, സോഡ നാരങ്ങ ഉള്ള ചൂട് പായസം നമ്മളെ നാട്ടിൽ. ഒക്കെ ഇതാണ് എനിക്ക് തന്നില്ല. ഇതാ ഇത് വേറെ. എനിക്ക് പാലട മതി, പാലട. ആ ഉണ്ടാസ് അവിടെ കാണിക്കളിയാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കുന്നത്. കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സൂപ്പർ. എനിക്കുള്ളത് കിട്ടി, കുടിച്ചിട്ട് പറയാം. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്താണ് അറിയാ. മാങ്ങ, ചൂട് ക്യാരറ്റ് പാലിഷ് കുടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അടുത്ത പൈസ ക്യാരറ്റ്. എൻ്റെ ക്യാമറ എവിടെയാണ്? സൂപ്പർ സാധനം. ഇതിൽ ആരെങ്കിലും പോണെങ്കിൽ ഒന്ന് വാങ്ങുന്നത് വെച്ച് അടിപൊളി സാധനം. ആ വീട് നോക്കിയാ ബ്ലൂ പെയിന്റ് വീട്ടിൽ വെള്ളം വീഴാതിരിക്കാനാണ്. വീട് കുറച്ചുകൂടെ വീടിന് ഗാർഡിട്ടേക്കണം, ചൂട് ക്രമീകരിക്കാൻ, പിന്നെ മരവെള്ളം വീട്ടിൽ കയറാതിരിക്കാൻ. വീട് കുറച്ചുകൂടെ ലാസ്റ്റ് അമ്മൂസിന് വേണോ? അല്ല ഒരെണ്ണം കൂടെ അമ്മൂസിന് വേണോ? ഗ്ലാസ് ഈ ഗ്ലാസ് വെച്ചോളൂ, വേറെ ഗ്ലാസ് കപ്പ പറ്റല്ലോ. സോന കപ്പ പറ്റല്ലോ വാങ്ങി തരട്ടെ. ചൂട് പായസം അടിപൊളി പായസം വരുന്നത് കേസ്. ഈ വരി ആരെങ്കിലും പോകണമെങ്കിൽ ഈ കടയിൽ മസ്റ്റായിട്ട് കയറി വാങ്ങേണ്ടതാണ്. അടിപൊളി പായസം, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇപ്പോൾ അടപ്പായസം ആയാലും നമ്മളെ ക്യാരറ്റ് പായസം ആയിരുന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിലെ പോണവർ മറക്കാതെ ഈ കടയിൽ കയറി വാങ്ങണം. ഇതാണ് കട, കട മറക്കല്ല്. വേറൊരു കാര്യം അറിഞ്ഞു, അങ്ങനെയൊന്നുമല്ല. യൂട്യൂബ് ചാനലിൽ ആംഗിൾ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി രണ്ടുപേരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് അമ്മയുടെ ഫോട്ടോ ഇടും അല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ നടക്കുന്ന ഫോട്ടോ. വീഡിയോ
സൂപ്പർ ടേസ്റ്റ് ആണ്. ചേച്ചി അമ്മ വാ. ചേച്ചി ചേട്ടൻ എക്സ്ട്രാ വാങ്ങിച്ചു പോയി. കാര്യം വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അവിടെ നിൽക്കാനില്ല, ഇവിടെ നിൽക്കേ. അയ്യോ അറിയില്ല. ഈ വീഡിയോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.